ഹലോ ഗൈസ്, എല്ലാവർക്കും തമ്പായിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പോത്ത വരാലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അവനെ വെട്ടി ചട്ടിയിലാക്കാം. അതിനായിട്ട് അച്ചാച്ചൻ ഇന്ന് ചൂണ്ടയിടാൻ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പം അനിയനാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്, കൂടെ സഹായിക്കാൻ അമ്മമ്മയുണ്ട്. വലിയ പാടാണ് വരാലിനെ വെട്ടാൻ, തെന്നി പോവും. അതിനെ ഈ തുണി പിടിച്ച് വെട്ടുന്നത്. ഏകദേശം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. ഇപ്പം ഞാൻ കുറച്ചേ കറി വെക്കുന്നുള്ളൂ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒത്തിരി ചേർക്കുന്നത് കഴിക്കും. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലപോലെ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കൊടമ്പുളി കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ അത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇല്ലെങ്കിലും അതിൻ്റെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് പറയാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെച്ച് ചാറൊക്കെ പറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ വരാല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ പ്രത്യേകിച്ച് എല്ലാവരും വെക്കുന്ന പോലുള്ള മീൻകറി തന്നെ. ഇതിൽ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.